ഞങ്ങൾക്ക് അണുബോംബ് നിർമ്മിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എന്നാൽ തടഞ്ഞുവെച്ച് ഞങ്ങളുടെ $12 ബില്യൺ ആസ്തി വിട്ടു നൽകിയില്ല എങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് തുറക്കുകയുമില്ല. അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. ആണവ തർക്കത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആവർത്തിക്കുന്നതിനൊപ്പം തന്നെ യുഎസിന്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശക്തമായിട്ടുള്ള ഇരട്ട പ്രഹരമാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള സഖ്യകക്ഷികളെ ചൊല്ലി ട്രംപ് കടുത്ത സൈനിക ആക്രമണ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ഈ ഒരു പുതിയ പുറപ്പാട്. മറ്റൊരു സുപ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഇനി ഒന്നിനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവർ ശക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ തങ്ങളുടെ നിലപാടുകൾ കടുപ്പിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലിനും അത് അംഗീകരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ആ ഒരു കാര്യം അവർ അംഗീകരിച്ചേ മതിയാകൂ. കാരണം ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെയാണ്. ഇനി ലെബനനിലോ ഹെസ്ബുള്ളയ്ക്ക് നേരെയോ അമേരിക്കയും ഇസ്രയേലും ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കുന്നു. ഇതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും പ്രതിസന്ധിയിലായ അമേരിക്ക ഒടുവിൽ ചർച്ചകൾക്കായിട്ട് ഇറാന്റെ കാല് പിടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അമേരിക്ക പിന്മാറുമ്പോൾ വീണ്ടും ഹോർമുസ് തുറന്നു നൽകുന്നു ഇറാൻ. അതായത് ഹോർമുസ് അടയ്ക്കണോ തുറക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇറാന്റെ താല്പര്യങ്ങൾക്കാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പോഴും ഇറാന്റെ കൈകളിലാണ്. അത് ഭദ്രമായിട്ട് ഇറാൻ നോക്കിക്കാണുന്നു. വരും ദിവസങ്ങളിലും ഈ തന്ത്രം ഇറാൻ തുടരുക തന്നെ ചെയ്യും. അമേരിക്കയുമായിട്ട് ഒരു പുതിയ സമാധാന കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഹോർമുസിന് മേലുള്ള തങ്ങളുടെ ആധിപത്യം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. അമേരിക്കയുടെ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ഹോർമുസ് എന്ന തന്ത്രപ്രധാന ആയുധം കൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് തങ്ങൾ പശ്ചിമേഷ്യയിലെ ഒരു അനിഷേധ്യ വൻ ശക്തിയാണെന്ന് ഇറാൻ വീണ്ടും തെളിയിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം പരമാധികാരവും സഖ്യകക്ഷികളെയും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ ഒരു നീക്കങ്ങൾ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ ശേഷിയുള്ളതാണ്. ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നത് വരെ ഈ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഉള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാന്റെ കൈകളിലാണ് ഇപ്പോൾ ആ ഹോർമുസ് കടലിടുക്കുള്ളത്. അമേരിക്കൻ നാവിക ഉപരോധം നീക്കുന്നതിന് പകരമായിട്ട് മാത്രം ഈ സുപ്രധാന ജലപാത തുറന്നു കൊടുക്കുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തന്ത്രപരമായിട്ടുള്ള വലിയൊരു തെറ്റായിരിക്കുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ വാക്കുകളെ മാത്രം വിശ്വസിച്ച് ഹോർമുസിന്റെ നിയന്ത്രണം അയച്ചുവിടാൻ ഇറാൻ ഒട്ടും തയ്യാറല്ല. അമേരിക്കയ്ക്ക് മുന്നിൽ അതീവ കർശനമായിട്ടുള്ള ഉപാധികളാണ് ഇറാൻ ഇത്തവണ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തങ്ങളുടെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന $12 ബില്യൺ സാമ്പത്തിക ആസ്തികൾ പൂർണ്ണമായിട്ടും വിട്ടു നൽകണമെന്നതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു തുക കൈമാറുകയും ധാരണാപത്രത്തിലെ എല്ലാ നിർദ്ദേശങ്ങളും അമേരിക്ക പൂർണ്ണമായിട്ടും നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കൂ എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന ഉപാധികൾ എന്ന് പറയുന്നത് ആസ്തികൾ വിട്ടു നൽകുക, അതായത് IRGCയുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് $12 ബില്യൺ വരുന്ന ഇറാനിയൻ ആസ്തികൾ അമേരിക്ക വിട്ടു നൽകണം. ഉപരോധങ്ങളിൽ ഇളവ്, അതായത് പൂർണ്ണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപരോധങ്ങളും പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. ഇനി ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറുമെന്നതും കരാറിലെ പ്രധാന നിബന്ധനയാണ്. ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാതെ ജലപാത തുറക്കുന്നത് കരാറിന്റെ വിശാലമായിട്ടുള്ള ചട്ടക്കൂടിനെ ദുർബലപ്പെടുത്തുമെന്നും തസ്നീം റിപ്പോർട്ടിൽ വാദിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ഇതിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് തടസ്സം നേരിട്ടാൽ അത് ആഗോള ഊർജ്ജ വിപണികൾ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ഇനി അമേരിക്കയിൽ നിന്ന് ഒരൊറ്റ ഇളവിലേക്ക് കാര്യങ്ങളെ പരിമിതിപ്പെടുത്താൻ ഇറാൻ തയ്യാറല്ല. പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക ഉപരോധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും നിറവേറ്റിയ ശേഷം മാത്രമേ സമുദ്ര ഗതാഗതം പുനരാരംഭിക്കൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി ഇറാൻ സ്വീകരിക്കുന്ന ഈ ഒരു കടുത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. കരാർ വ്യവസ്ഥകൾ പാലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഇറാൻ ഭരണകൂടത്തിന്റെ ഈ ഒരു കർശനമായിട്ടുള്ള നിലപാട് അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകളിൽ വലിയൊരു വഴിത്തിരിവാകും. ആഗോള ഊർജ്ജ വിപണിയെ പോലും ബാധിക്കാവുന്ന ഈ വിഷയത്തിൽ അമേരിക്ക എന്ത് മറുപടി നൽകുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ കാലാകാലങ്ങളായിട്ട് ഇനി ഇറാന്റെ ആണവ പരിപാടികളെ സംശയത്തോടെയാണ് നോക്കിയിട്ടുള്ളത്. എന്നാൽ
തങ്ങൾക്കൊരു അണുബോംബ് നിർമ്മിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ലോകത്തിന് മുന്നിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയ പെസഷ്ക്യാൻ ഇക്കാര്യം രേഖാമൂലം ഉറപ്പു നൽകാൻ ഇറാൻ തയ്യാറാണെന്ന വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഗുൽഷൻ പർവീൻ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വാർത്താ വിവരം പ്രകാരം ഇറാന്റെ സമാധാനപരമായിട്ടുള്ള ആണവ താല്പര്യങ്ങളെയും സാങ്കേതിക അവകാശങ്ങളെയും അംഗീകരിക്കാൻ അമേരിക്ക നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വിറ്റ്സർലൻഡിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിൽ പുറത്തുനിന്ന് വരുന്ന ഈ ഒരു നിലപാട് ഇറാന്റെ നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച പ്രാഥമിക കരാറുകളെയും ധാരണാപത്രങ്ങളെയും ഇറാന്റെ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് ന്യായീകരിച്ചു. അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്ക് വഴങ്ങിക്കൊണ്ടല്ല, മറിച്ച് ഇറാന്റെ ദേശീയ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പുതിയ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെല്ലാം തന്നെ ഇറാൻ അനുകൂലമാണ്. ഈ ചർച്ചകളിലൂടെ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വരും നാളുകളിൽ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുമെന്നും പെസഷ്ക്യാൻ പറഞ്ഞു. സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക യുദ്ധപ്രഖ്യാപനങ്ങളെ നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് വെച്ച് പരാജയപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ പ്രസ്താവനയിലൂടെ അടിവരയിടുന്നുണ്ട്. ശത്രുക്കളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഈ നയതന്ത്ര ചർച്ചകൾ സഹായിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അന്യായമായിട്ടുള്ള ഉപരോധങ്ങൾ കാരണം അന്താരാഷ്ട്ര ബാങ്കുകളിൽ മരവിപ്പിച്ച് കിടന്നിരുന്ന ഇറാന്റെ സ്വന്തം ഫണ്ടുകൾ തിരികെ പിടിക്കുക എന്നത് ഇറാന്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു. പുതിയ ചർച്ചകളുടെ വിജയകരമായിട്ടുള്ള പരിണാമം എന്നോണം നിലവിൽ ഖത്തറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറാന്റെ 6 ബില്യൺ 600 കോടി അമേരിക്കൻ ഡോളറിന്റെ ഫണ്ടുകൾ ഉടൻ തന്നെ രാജ്യത്തിന് തിരികെ ലഭിക്കുമെന്ന് പ്രസിഡന്റ് പെസഷ്ക്യാൻ സ്ഥിരീകരിച്ചു. ഇത് ഇറാന്റെ സാമ്പത്തിക രംഗത്ത് വലിയൊരു ഉത്തേജനം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. വിദേശ രാജ്യങ്ങളിൽ കെട്ടിക്കിടക്കുന്ന തങ്ങളുടെ പണം തിരികെ വാങ്ങുന്നതിലൂടെ അമേരിക്കൻ സാമ്രാജ്യത്വം തീർത്ത സാമ്പത്തിക ഉപരോധങ്ങളുടെ മതിൽ കെട്ടുകളെയാണ് ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അതായത് രാജ്യത്തിന്റെ വികസനത്തെയും ജനങ്ങളുടെ ക്ഷേമത്തിനുമായിട്ട് ഈ തുക വിനിയോഗിക്കാൻ ഇറാന് സാധിക്കും. ലെബനാൻ, ഫലസ്തീൻ തുടങ്ങിയ പശ്ചിമേഷ്യൻ മുന്നണികളിൽ ഈ ഇസ്രയേൽ നടത്തുന്ന നരയാട്ടുകൾക്കെതിരെ എക്കാലത്തും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയെ അസ്ഥിരപ്പെടുത്തുമ്പോൾ സമാധാന ചർച്ചകളിൽ തങ്ങളുടെ മേൽക്കൈ നിലനിർത്താൻ ഇറാന് സാധിക്കുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് ആയുധങ്ങൾ ഉണ്ടാക്കാനല്ല, മറിച്ച് രാജ്യത്തിന്റെ ഊർജ വ്യവസായിക ആവശ്യങ്ങൾക്കാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ഇറാന്റെ സൈനിക ശക്തി ആർക്കും അവഗണിക്കാനാകാത്തതാണ്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാന്റെ ഒരു യാചകന്റെ സ്ഥാനത്തല്ല, മറിച്ച് സ്വന്തം നിബന്ധനകൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു നിർണായക ശക്തിയായാണ് നിലകൊള്ളുന്നത്. അവസാനമായിട്ട് വിലയിരുത്തുമ്പോൾ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാന്റെ പുതിയ പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നത് ഇറാന്റെ പക്വതയാർന്നതും എന്നാൽ ദൃഢവുമായിട്ടുള്ള നയതന്ത്ര ശൈലിയിലേക്കാണ്. ആണവ യുദ്ധങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ തങ്ങളുടെ അവകാശങ്ങൾ ആർക്കും പണയം വെക്കാനില്ല എന്ന ഇറാന്റെ നിലപാട് ആത്മാഭിമാനമുള്ള ഒരു ജനതയുടെ ശബ്ദമാണ്. 6 ബില്യൺ ഡോളറിന്റെ ഫണ്ടുകൾ തിരികെ ലഭിക്കുന്നതും ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇറാൻ അനുകൂലമായിട്ട് മാറുന്നതും പാശ്ചാത്യ ശക്തികളുടെ ഏകപക്ഷീയമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയുടെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിൽ ഇറാന്റെ സാന്നിധ്യവും തീരുമാനങ്ങളും എത്രത്തോളം അനിവാര്യമാണ് എന്നത് അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയുന്ന കാലഘട്ടമാണിത്. ഭീഷണികൾക്ക് മുന്നിൽ തളരാത്ത ഇറാന്റെ ഈ ഒരു പ്രതിരോധ യാത്ര വരും നാളുകളിൽ ശക്തമായിട്ട് തുടരുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകുമ്പോഴും ഒരു പരമാധികാര രാജ്യം എന്ന നിലയിൽ തങ്ങൾക്കുള്ള അന്താരാഷ്ട്ര അവകാശങ്ങളിൽ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഇറാൻ തയ്യാറല്ല എന്ന് പ്രസിഡന്റ് പെസഷ്ക്യാൻ അടിവരയിട്ട് പറയുകയാണ്. ഊർജ ആവശ്യങ്ങൾക്കും ശാസ്ത്രീയ പുരോഗതിക്കുമായിട്ട് യുറേനിയം സമ്പുഷ്ടമാക്കുക എന്നത് ഇറാന്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഈ അവകാശം നിലനിർത്തുന്നിടത്തോളം മാത്രം അമേരിക്കയുമായിട്ടുള്ള മറ്റു ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന കർശനമായിട്ടുള്ള നിബന്ധനയാണ് ടെഹ്റാൻ മുന്നോട്ട് വെക്കുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളിലൂടെ ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും ആണവ സാങ്കേതിക വിദ്യയിൽ രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തത വിട്ടുകളയാൻ ഇറാൻ ഒരുക്കമല്ല. ഒരു യുറേനിയ സമ്പുഷ്ടീകരണ പരിപാടി ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ ദീർഘകാല ആവശ്യത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഉപേക്ഷിക്കില്ല, മറുവശത്ത് ഈ അവകാശം അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന പെസഷ്ക്യാന്റെ വാക്കുകൾ ഇറാന്റെ ശക്തമായിട്ടുള്ള ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതായത് ഈ കാല് പിടിച്ചു പോകുന്നത് അമേരിക്കയാണ്. ഈ ഹോർമുസിന്റെ നിയന്ത്രണം ഇപ്പോൾ ഇറാന്റെ പക്കലുണ്ട്. മാത്രമല്ല ആണവ നിർമ്മാണം
നിർമ്മാണം അത് ഉപേക്ഷിക്കാൻ തങ്ങൾ തയ്യാറല്ല, അതാർക്കും കൊടുക്കാനും തങ്ങൾ തയ്യാറല്ല, അത് തങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ നീക്കത്തിലാണ് അമേരിക്കയും ഇസ്രയേലും പെടുന്നത്.